കിൽ മൂവി കണ്ടിതാ ഇറങ്ങിയിട്ടേ ഉള്ളൂ. സിനിമയെക്കുറിച്ച് ഒന്നും പറയാനില്ല, മൊത്തം വയലൻസ്. ഇതങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത സിനിമയാണ്. വലിയ ദൈർഘ്യമൊന്നുമില്ല, ഒരു 106 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.25 മണിക്കൂർ സിനിമയാണ്. ജസ്റ്റ് കണ്ട കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മറ്റേ മോഷ്ടിക്കാൻ ഒരു സംഘം കയറുന്നു. എന്നിട്ട് അതിൻ്റെ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ച് തുടങ്ങുന്ന കഥയാണ് മൊത്തം. ഒരു 1.25 മണിക്കൂർ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ച കഥയാണ്. പക്ഷേ മൊത്തം എല്ലാം ഒരു വയലൻസിൻ്റെ ഒരു കഥയാണ്. അതിലുള്ള ഇതിൻ്റെ ഭഗവാനെ തലവെട്ടി അടിച്ച് പൊട്ടിക്കണം, തല ഇറക്കണം, കഴുത്തിറക്കണം, മറ്റേ ഈ ഇവിടുന്നൊക്കെ ഇങ്ങോട്ട് അറുത്തെടുക്കുന്ന സീനൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാണാൻ മനക്കെട്ടിയുള്ളവർ മാത്രം പോയി കണ്ടാൽ മതി. അതുപോലെ ചെറിയ കുട്ടികളും പോയി കാണണ്ട, കാരണം ഇത് A സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള പടമാണ്. മുടിഞ്ഞ വയലൻസാണ്. ഞാൻ അതുവരെ കണ്ടിട്ടില്ല, കാരണം ഇംഗ്ലീഷ് സിനിമകൾ മൊത്തം ഇങ്ങനത്തെ വയലൻസ് കണ്ടിട്ടില്ല. ഈ തല ഇറക്കണതൊക്കെ ഇതിൽ അതേപോലെയാണ്. തല ഇങ്ങനെ അറുത്തെടുക്കണം, ഇവിടുന്ന് പൊട്ടിക്കും, ഇവിടെ ഏതെല്ലാം പല്ലൊക്കെ എടുത്ത് തലവെട്ടി അടിച്ച് പൊട്ടിക്കണ സീൻ വരെ ഉണ്ടായില്ല. മൊത്തം വയലൻസ്. അതുകൊണ്ട് കാണാൻ ചങ്കുറപ്പുള്ളവർ മാത്രം പോയി കണ്ടാൽ മതി. കിൽ എന്നാണ് സിനിമയുടെ പേര്. ഒരു 1.25 മണിക്കൂറേ ഉള്ളൂ. ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു കഥയാണ്. ഒരു കമാൻഡോ, NST കമാൻഡോ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മോഷ്ടിക്കാൻ സംഘം കയറുമ്പോൾ അവർ രക്ഷപ്പെടുത്തുന്ന ഒരു കഥയാണ്. 1.25 മണിക്കൂർ. അപ്പോൾ കാണാൻ ചങ്കറപ്പുള്ളവർക്ക് പോയി കാണാം, കാരണം മൊത്തം വയലൻസാണ്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു വയലൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് പോയി കാണാം. കിൽ എന്നാണ് പേര്, KILL, കിൽ.